ഇനി ഈന്തപ്പടി ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്നും കണ്ടാലോ. ആദ്യം ചിക്കന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, തക്കാളി, വല്യുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇറച്ചിയൊക്കെ വേവിക്കുമ്പോൾ വെച്ചിട്ട് വേവിക്കുക കേട്ടോ, ഒന്നും എണ്ണയൊന്നും ഒഴിക്കാതെ. ഇനി നമ്മൾ ഈന്തിൻ്റെ പൊടി വാട്ടി കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിക്ക് വെള്ളത്തേക്ക് ഉപ്പിട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം മതി ഇട്ട്, പൊടി എടുക്കുന്നതിൻ്റെ കുറച്ച് വെള്ളം എടുത്താൽ മതി. ഇട്ടിട്ട് നല്ലോണം വാട്ടി കുഴക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനെ വേവിച്ചിനോ അല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കുറേയൊക്കെ. ഇനി അത് നല്ലോണം കുഴച്ചിട്ട് ചെറിയ ചെറിയ പിടികളാക്കി എടുക്കണം കേട്ടോ. പല ഭാഗത്തും പല ഷേപ്പിലാണ് പിടി ഉണ്ടാക്കുന്നത്. ഞങ്ങളെ ഭാഗത്തൊക്കെ ആ ഒരു രീതിക്കാട്ടോ ചെയ്യൽ. ഇനി ഇത് നമ്മളെ ഇതിലേക്ക് ഒരു അരപ്പുണ്ട് കേട്ടോ. തേങ്ങ, കുറച്ച് ചെറിയ ജീരകം, ചെറിയുള്ളി, 2 വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ അരച്ച് അവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ചേർക്കാനുള്ളതാണ്. അങ്ങനെ നമ്മൾ പിടിയൊക്കെ എല്ലാതും പിടിച്ച് റെഡിയാക്കിയിട്ടോ. ഇനി അത് ഓരോ റൗണ്ടായിട്ട് വെള്ളത്തിലിട്ടിട്ട് എടുക്കണം. കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഈ പിടി ഇടിച്ചത് ഓരോ റൗണ്ടായിട്ട് ഇങ്ങനെ ഇട്ടെടുക്കണം. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അത് കട്ട കുത്തും, ഇളക്കാനും പറ്റില്ല. ഇത് വെന്തു എന്നുള്ള എങ്ങനെ മനസ്സിലാവില്ല വെച്ചാൽ ഈ വെള്ളത്തിലിട്ട് തിളച്ച് വരുമ്പോൾ അത് ഒറ്റയ്ക്ക് പൊങ്ങി മേലേക്ക് വരും. അപ്പോൾ അത് അതിൻ്റെ വേവ് അങ്ങനെ കേട്ടോ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഓരോ റൗണ്ട് ഇട്ട് തിളപ്പിച്ച് എടുക്കട്ടോ ചെയ്തത്. പിന്നെ ലാസ്റ്റ് ഇട്ട റൗണ്ട് അതേപോലെ ഇട്ട് പിന്നെ എടുത്തപ്പോൾ പിന്നെ എല്ലാം നമ്മൾ ഒരുമിച്ച് നമ്മൾ ചിക്കനിക്ക് ചേർത്തെടുക്കണം കേട്ടോ. അതെല്ലാം ഇട്ടെടുക്കുമ്പോൾ എല്ലാം ശ്രദ്ധിച്ച് എടുത്ത് ഊറ്റി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ ആകെ കട്ട കുത്തി വരും, നമ്മൾ വിചാരിച്ചതിൽ കിട്ടൂല. അപ്പോൾ അങ്ങനെ ഇട്ടതൊക്കെ ഊറ്റി ആ ചിക്കനിക്ക് ഇനി ചേർത്ത് കൊടുക്കുക കേട്ടോ ചെയ്യണത്. ചിക്കൻ വെന്തിട്ടുണ്ട്. ഇത് ബീഫ് വെച്ചിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊന്നുകൂടി ഇഷ്ടം ചിക്കൻ വെച്ചിട്ടാണ്. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത്. എൻ്റെ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അവിടെ ഉമ്മ ഓൾമോസ്റ്റ് എല്ലാം അടുപ്പിൽ വെച്ചിട്ട് തന്നെ കേട്ടോ ഉണ്ടാക്കൽ. ഗ്യാസിൽ ഉണ്ടാക്കുന്നത് കുറവാണ്. അപ്പോൾ എല്ലാം ഇട്ടും നമ്മൾ മെല്ലെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. അത് മസാലയും പിടിയും കൂടി നല്ലോണം മിക്സാക്കി എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയുണ്ടാവും, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമില്ലാത്തവരുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ അരച്ചിട്ടുണ്ട്, അതിന് അരപ്പ് നമുക്ക് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അത് നല്ലോണം മിക്സാക്കിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ തൂമ്പിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നല്ലോണം ചെറിയ ഉള്ളിയും കരിവേപ്പിൻ്റെ ഇലയും വെളിച്ചെണ്ണയിൽ നല്ലോണം മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് പണ്ടുള്ളവർക്കൊക്കെ അറിയുണ്ടാവും, ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ഇതിൻ്റെ ടേസ്റ്റ് അറിയുണ്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ താളിച്ച് പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മളെ സാധനം റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം, കുട്ടികൾക്ക് വരെ ഇഷ്ടം കേട്ടോ ഇത്. അപ്പോൾ ഇത് കിട്ടുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെക്കണം. അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.